പ്രിയസഖി ഭാഗം 9. വിന്നിച്ച, സത്യം പറ, ഇന്ന് എന്തിനാ അങ്ങനെ ഒരു ഷോ ഉണ്ടാക്കിയത്? ടെറസിൽ ഞങ്ങളുടെ ലൈബ്രറിയുടെ മറുവശത്തെ ബാൽക്കണിയിലിട്ട ആട്ടുകട്ടിലിൽ കിടക്കുകയായിരുന്നു വിന്നിച്ചൻ. ചോദ്യം കേട്ട് എഴുന്നേറ്റിരുന്നു. അപ്പോഴേക്ക് ഞാൻ സൈഡിലെ ഊഞ്ഞാൽ കസേരയിലിരുന്നു. എന്താ, നിനക്കിൽ അവനെ പ്രപ്പോസ് ചെയ്യണമായിരുന്നോ? ശബ്ദം പിന്നിൽ നിന്നാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ കിച്ചുവേട്ടൻ കലിപ്പിൽ നിൽക്കുന്നു. അതിനു പുറകെ ഇളിച്ചോണ്ട് ദച്ചുവോ, കൂടെ ആതിരയും. ഞാൻ ഒന്നും മിണ്ടിയില്ല. പറയടി, നിനക്ക് സങ്കടമുണ്ടോ? ഒരു അലർച്ചയായിരുന്നു. സത്യം പറയാലോ, ഞാൻ ഞെട്ടി. ഇല്ല ഏട്ടാ, എനിക്ക് വിഷമമില്ല. പിന്നെന്തിനാ നീ അവനെ ഇതിന് ചോദ്യം ചെയ്യുന്നത്? അത് നിനക്ക് വിക്ക് പിടിച്ചോ? ഞാൻ ചുമ്മാ ചോദിച്ചതാ. എന്താ മോനെ, എന്താ ഇവിടെ ഒരു ബഹളം? ശബ്ദം കേട്ട് മേരിയമ്മ കയറി വന്നു. ഒന്നുമില്ല അമ്മ, ഇവൾ ഇനി ഉഴപ്പരുതെന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു കിച്ചു. ഇച്ചന്റെ മറുപടി കേട്ട് ഞാൻ കണ്ണു വീഴ്ചു. എന്നാലും എൻ്റെ ഇച്ചായ, സ്വന്തം അനിയത്തിയെ തന്നെ ഇങ്ങനെ ഒറ്റണം. ഇത്രയും നന്നായി പഠിക്കുന്ന ഞാൻ ഉഴപ്പൊന്ന്. എന്ത് തള്ളാണോ എന്തോ. ഇച്ചനെ നോക്കി പേടിപ്പിച്ചു. അതാണോ? ഞാൻ എന്നാ താഴേക്ക് പോകുക. അതും പറഞ്ഞ് അമ്മ തിരിച്ചു നടന്നു. അമ്മ താഴെ എത്താൻ എടുക്കുന്ന സമയം കണക്ക് കൂട്ടി മിണ്ടാതെ ഇരിക്കുകയാണ് എല്ലാം. ഈ സമയമൊക്കെ ഇച്ചൻ കിച്ചുവേട്ടനെ നോക്കി ആക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. കോളേജിൽ പോയാൽ ഇങ്ങനെ പലരും വരും. മര്യാദയ്ക്ക് പഠിച്ച് പാസ്സാവാൻ നോക്കിക്കോ മൂന്നും. ഇല്ലേ നല്ല തല്ല് തരിഞ്ഞ്. നീ ഇവന്റെ അനിയത്തിയാണെന്നൊന്നും ഞാൻ നോക്കില്ല. അവനും അത് കുഴപ്പമുണ്ടാവാൻ സാധ്യതയില്ല. ഉണ്ടോടാ? എനിക്കെന്ത് പ്രശ്നം, നീ കൊടുത്തോടാ. ഇച്ചായാ. ഇച്ചന് നേരെ വീണ്ടും കണ്ണുരുട്ടി. നീ അവനെ പേടിപ്പിക്കണ്ട. അവൻ മാത്രമല്ല, മേരിയമ്മയും ജോ അങ്കിളും ഒന്നും പറയില്ല. പുള്ളി പറഞ്ഞത് ശരിയാ. വെറുതെ നമ്മളായി പ്രശ്നം ഉണ്ടാക്കണ്ട. വെറുതെ മൂളി. പിറ്റേന്ന് രാവിലെ ബസ്സിൽ കയറുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇന്നു കൂടിയേ ഈ ബസ് യാത്രയുള്ളൂ. തിങ്കളാഴ്ച മുതൽ സ്വന്തം വണ്ടിയിൽ ചെത്തിപ്പോകാം. കോളേജ് എത്തി. ഗേറ്റിൽ എൻ്റെ 3 അംഗ സംഘം കാത്തു നിൽക്കുന്നുണ്ട്. ദച്ചുവിനോട് ബൈ പറഞ്ഞ് അവരുടെ കൂടെ ക്ലാസ്സിലേക്ക് നടന്നു. ഇനി മുതൽ വലിയ റാഗിംഗ് ഒന്നുമില്ല. എന്നാലും എല്ലാ സീനിയേഴ്സിനും നല്ല റെസ്പെക്റ്റ് കൊടുക്കണം. വല്ലി, നീ ഇന്നലെ പാട്ട് പാടിയില്ലേ? വൈകിട്ട് നമ്മുടെ സീനിയർ ചേട്ടന്മാരിൽ 2 പേര് എൻ്റെ അടുത്ത് വന്നായിരുന്നു നിന്നെ തിരക്കി. നീ അപ്പോഴേക്കും പോയായിരുന്നു. ഇവിടുന്ന് കിട്ടിയ പേരാണ് കേട്ടോ വല്ലിയെന്ന്. ആദ്യമായി വിളിച്ചത് നമ്മുടെ ചങ്ക് തന്നെ, വിനു. എന്താടാ കാര്യം? മ്യൂസിക് ബാൻഡിൽ ചേർക്കാൻ. നല്ലൊരു ഫീമെയിൽ സിംഗർ ഇല്ലാന്ന്. എനിക്കതിനൊന്നും താല്പര്യമില്ലടാ. വയലറ്റ്, പിറകിൽ നിന്നും ആരോ വിളിക്കുന്നു. ഹായ്, ഞാൻ പ്രദീപ്. ഇന്നലെ അന്വേഷിച്ചപ്പോൾ ഇയാൾ പോയായിരുന്നു. എന്താ ചേട്ടാ? ഫ്രഷേഴ്സ് ഡേ ഇയാൾ നന്നായി പാടി. നമ്മുടെ കോളേജിൽ ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ട്. ഇയാൾക്ക് ഫീമെയിൽ സിംഗറായി ജോയിൻ ചെയ്യാവോ? ഞാനൊന്ന് ആലോചിക്കട്ടെ ഏട്ടാ. വീട്ടിലും ചോദിക്കണം. എന്നിട്ട് മതി. സമ്മതമാണെങ്കിൽ മൺഡേ ആർട്സ് ക്ലബിനടുത്തുള്ള മുറിയിൽ വന്നാൽ മതി. പോട്ടടോ. എന്തോന്നടേ ഇത്ര പെട്ടെന്നോ? ആ ചേട്ടൻ നടന്നു നീങ്ങിയതും ഞാൻ വിനുവിനോട് ചോദിച്ചു. എൻ്റെ വല്ലിക്കുട്ടി നല്ല ഗായിക ആയതുകൊണ്ടല്ലേ? അയ്യടാ, അവൻ്റെ ഒരു പുന്നാരം. നടക്കങ്ങോട്ട്. അന്ന് വൈകിട്ട് വരെ സീനിയേഴ്സിന്റെ കണ്ണിൽ പെടാതെ നടന്നു. വൈകിട്ട് ബസ്സിൽ കയറുമ്പോൾ ഇന്നും കൂടെ ഇത് സഹിച്ചാൽ മതിയെന്ന ആശ്വാസമായിരുന്നു. കൊച്ചു, ഇന്ന് ഞാൻ നിന്റെ വീട്ടിലാണ് കേട്ടോ. കുറച്ച് കാര്യം പറയാനുണ്ട്. പതിവില്ലാത്ത വിധം ദച്ചു ആമുഖം പറയുന്നു. അതും ഭയങ്കര സീരിയസ് ആയിട്ട്. എന്തായിരിക്കും കാര്യം? ആതിര അവളെ നോക്കുന്നുണ്ട്. അവൾക്കും ഇത് പുതുമയായി തോന്നിക്കാണണം. മാത്രമല്ല, ഇന്ന് ദച്ചു വല്ലാതെ നിശബ്ദയുമായിരുന്നു. വണ്ടിയുടെ ശബ്ദം പുറകിൽ നിന്ന് കേട്ടതുകൊണ്ട് വല്ലി കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല.
ഇച്ചായനും കിച്ചനും വണ്ടി നിർത്തി ഞങ്ങളെ നോക്കി. ദച്ചു മിണ്ടാതെ ഇരിക്കുന്നത് കൊണ്ട് ഞാനും ഒന്നും മിണ്ടിയില്ല. പക്ഷെ അവസരം മുതലാക്കി ആതിര കിച്ചുവേട്ടനോട് തമാശകൾ പറയാൻ തുടങ്ങി. വൈകിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് ദച്ചു വീട്ടിലേക്ക് വരുന്നത്. വാടി, ഇരിക്ക്, മേരിയമ്മ ഇന്ന് നിനക്കിഷ്ടപ്പെട്ട ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തിരുന്ന കസേര വലിച്ചിട്ട് അവളെ വിളിച്ചെങ്കിലും അവൾ അത് ശ്രദ്ധിക്കാതെ നിന്നു. ഞാൻ കഴിച്ചിരുന്നു, നീ വേഗം മുറിയിലേക്ക് വാ. അതും പറഞ്ഞ് അവൾ മുകളിലേക്ക് കയറി. പപ്പയും അമ്മയും അമ്പരപ്പോടെ എന്നെ നോക്കുന്നത് കണ്ടു. ചെമ്മീൻ റോസ്റ്റ് എന്ന് കേൾക്കേണ്ട താമസം പ്ലേറ്റ് എടുത്ത് 2 തവ നിറയെ കറി മാത്രം കഴിക്കുന്നവളാ മുകളിലേക്ക് പോയത്. ഇച്ചായൻ അവൾ പോയ വഴിയെ എന്തോ ആലോചിച്ച് നിൽക്കുകയായിരുന്നു. എന്താ മോളെ, എന്ത് പറ്റി നിനക്ക്? വേഗം കഴിച്ചെഴുന്നേറ്റ് മുറിയിലേക്ക് ചെന്നു. പെട്ടെന്ന് അവൾ എന്നെ കെട്ടിപ്പിടിച്ചു. കൊച്ചു, എനിക്ക് പേടിയാവുന്നു. അവളുടെ നെഞ്ചിരിപ്പ് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. മനുഷ്യനെ പേടിപ്പിക്കാതെ കാര്യം പറയേ. ഞാൻ ചൂടായി. കൊച്ചു, ഇന്ന് ഞാൻ ബാത്റൂമിൽ പോയി തിരിച്ചു വരുമ്പോൾ ബിൽഡിങ്ങിൽ കയറുന്ന അവിടെ വെച്ച് ഒരുത്തൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതിനാണോ എന്റെ കൊച്ചിങ്ങനെ പേടിച്ചിരിക്കുന്നത്? ഷേ, എന്റെ ഇച്ചായന്റെ കൊച്ച് ഇച്ചിരി കൂടെ ധൈര്യമുള്ളവളാവണം. അവന്റെ മുഖത്തോക്കി പറയണ്ടേ അല്ലാന്ന്. കൊച്ചു, നീ മുഴുവനും കേക്ക്, എന്നിട്ട് പറ. എന്റെ കൂടെ അപ്പോ ആരും ഉണ്ടായിരുന്നില്ല. അവൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. തിരിച്ചിഷ്ടാണോന്ന് ചോദിക്കുകയല്ല അവൻ ചെയ്തത്. ഇഷ്ടപ്പെടണമെന്ന് ഭീഷണിപ്പെടുത്തുകയാ ചെയ്തത്. കൂടാതെ എന്നെ കിസ് ചെയ്യാനും നോക്കി. ഞാൻ ആകെ പേടിച്ചു പോയി. അവനിട്ടൊന്ന് കൊടുത്തു. പിന്നെ വേഗം ഓടാൻ തുടങ്ങി. അപ്പോൾ അവൻ പിറകിൽ നിന്നും വിളിച്ചു പറയാ അവനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചു വെച്ചോളാൻ. അതിനെന്താ, നീ കൊടുത്തത് നന്നായി എന്നേ ഞാൻ പറയൂ. കൊച്ചു, വിഷയം അതല്ല. അവന്റെ പേര് കിരൺ എന്നാ. നമ്മുടെ ചേട്ടന്മാരുടെ ശത്രു ഗ്രൂപ്പ്. എനിക്കിത് കിച്ചോടിനോട് പറയാൻ ധൈര്യമില്ല. കിരൺ കോളേജിലെ ഗുണ്ട പോലെയാ. ഏട്ടന്റെ എതിർ പാർട്ടി അവരുടെ കൂടെയാണ്. ഏട്ടനോട് ചെയർമാൻ സ്ഥാനത്തിന് മത്സരിച്ച് തോറ്റുപോയത് അവന്റെ കൂടെ ഉള്ള ഒരുത്തനാ. നോക്കൂ കൊച്ചേ, ഇതൊക്കെ കോളേജ് ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അവൻ ആരോ ആവട്ടെ, നീ അവനെ തല്ലി. അതോടെ അത് വിട്ടേക്കണം. ഇനിയും ശല്യം ചെയ്യാൻ വന്നാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നീ പേടിക്കണ്ട. കൊച്ചു, നിന്നോട് പറഞ്ഞപ്പോ കുറച്ച് സമാധാനമുണ്ട്. നീ ഇച്ചനോടും ചേട്ടായിയോടും പറയരുത്. ഇല്ലടി, ഇനി നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കരുത്. ഈ കൊച്ചു ഒരു കാര്യം ഏറ്റതാണെന്ന് നിനക്കറിയാലോ. അപ്പൊ പിന്നെ ഇത് വിട്ടേക്ക്. ദച്ചു ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു. കൊച്ചു, ഇനി എന്താ കൊച്ചേ? നീ പോയി ഒരു പ്ലേറ്റ് ചെമ്മീൻ റോസ്റ്റ് എടുത്തോണ്ട് വാ. നീയല്ലേ വേണ്ടാന്ന് പറഞ്ഞു പോന്നത്? എനിക്ക് ഇതാലോചിച്ച് ഒന്നും കഴിക്കാൻ പറ്റിയില്ല. നീ പോയി എടുത്തോണ്ട് വാ. ഞാൻ അവളെ കളിയാക്കി ചിരിച്ചു. അത് കണ്ട് അവൾ മുഖമേർപ്പിച്ചുവെങ്കിലും മുറിക്ക് പുറത്തുള്ള മേശപ്പുറത്ത് വെച്ച പാത്രം എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ലോകം അവസാനിച്ചെന്നറിഞ്ഞാൽ പോലും ഇത് നീ വേണ്ടെന്ന് വയ്ക്കില്ല എന്ന് എനിക്കറിയില്ലേ. അവളുടെ പുഞ്ചിരി കണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിറ്റേന്ന് ശനി. ഒരാഴ്ചത്തെ കോളേജ് വിദ്യാഭ്യാസം കാരണം ഉറക്കക്ഷീണം കൂടുതലായിരുന്നു. മേരിയമ്മയുടെ വിളി കേട്ടിട്ടും എഴുന്നേൽക്കാൻ നിൽക്കാതെ വീണ്ടും പുതപ്പ് മൂടി. പുറത്ത് എന്തോ വന്ന് കൊള്ളുന്നത് കേട്ട് ചാടി എഴുന്നേറ്റ് ചുറ്റും നോക്കുമ്പോൾ പോരാളി ചട്ടവും കൊണ്ട് നിൽക്കുന്നു. എന്റെ പുറം പൊളിഞ്ഞു. പുറവും തിരുമ്മി എഴുന്നേറ്റപ്പോൾ രാത്രി കൂടെ കിടന്ന സാധനത്തിനെ കാണാനില്ല. അവളെ നോക്കണ്ട, അത് രാവിലെ തന്നെ എഴുന്നേറ്റ് പോയി. നീ എഴുന്നേറ്റ് കുർബാനയ്ക്ക് പൊക്കേ. വിന്നി താഴെ റെഡിയാവുന്നുണ്ട്. ഞാൻ നാളെ പോകാം. ഇനി എൻ്റെ കയ്യിൽ നിന്ന് വേണ്ടെങ്കിൽ എഴുന്നേറ്റ് പോയേ കൊച്ചു. അത് കേട്ടതും പിന്നെ ഒന്നും നോക്കിയില്ല. എഴുന്നേറ്റ് കുളിമുറിയിലേക്ക് കയറി. വെറുതെ എന്തിനാ പുറം പള്ളിപ്പുറം ആക്കുന്നത്? ഏത്? കുളിച്ച് റെഡിയായി താഴെ ചെല്ലുമ്പോൾ പുറത്തു നിന്നും ദച്ചു കയറി വരുന്നുണ്ടായിരുന്നു. എന്നാലും എന്റെ നോട്ടം പോയത് പുറകിൽ കറുത്ത ഷർട്ടും കറുത്ത കരയുള്ള കസവും മുണ്ടും ചുറ്റി വരുന്ന മുതലിലേക്കാണ്. എന്നാ സൗന്ദര്യമാണ് ഇങ്ങേർക്ക്. വെറുതെയല്ല കോളേജിൽ ഇത്രയും പെൺപിള്ളേർ പിറകെ നടക്കുന്നുണ്ട് എന്നൊക്കെ കേട്ടത്. കിച്ചുവേട്ടൻ അകത്തേക്ക് വരുന്നു. എന്നെ നോക്കി എൻ്റെ അടുത്തേക്ക് വന്നു. കൊച്ചു, നീ എന്ത് സുന്ദരിയായിട്ടുണ്ട് ഈ ഡ്രസ്സിൽ. നിനക്ക് ഞാൻ ഒരു ഉമ്മ തരട്ടെ?
തലയാട്ടി. അടുത്തടുത്ത് വരുന്ന അവന്റെ മുഖം കണ്ടപ്പോൾ കണ്ണുകൾ അടച്ചു. ഡീ, നീ എന്താ സ്വപ്നം കാണുവാണോ? അതും കണ്ണും തുറന്ന്? ദച്ചു വന്ന് കുലുക്കി വിളിച്ചപ്പോഴാണ് സ്വബോധം വന്നത്. നോക്കുമ്പോൾ കിച്ചുവേട്ടൻ വിന്നിച്ചന്റെ അടുത്ത് നിന്ന് എന്തോ പറയുന്നു. അയ്യേ, കണ്ടത് സ്വപ്നമായിരുന്നോ? ചമ്മി. ശേ. പിന്നെ ഒന്നും നോക്കിയില്ല. ദച്ചുവിനെയും കൂട്ടി വേഗം പുറത്തേക്ക് വെച്ചു പിടിച്ചു. പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ വല്യ ഒന്ന് തിരിഞ്ഞു നോക്കി. എവിടെ? നോ മൈൻഡ്. ഇച്ചനോട് കത്തിവയ്പ് തന്നെ. കൊച്ചു, ഡീ, ഞാനും പള്ളിയിലേക്കുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം. പുറകിൽ നിന്ന് ഇച്ചൻ വിളിച്ചു പറഞ്ഞത് കേട്ട് നിന്നു. അവർ പുറത്തേക്ക് വരികയാണ്. താക്കോൽ കയ്യിലിട്ട് കറക്കിയാണ് നമ്മുടെ നായകന്റെ വരവ്. ഇങ്ങേരോട് ഞാൻ എന്റെ പ്രേമം എങ്ങനെ പറയൂ എന്റെ പുണ്യാളാ. നീ തുണ. ഡാ, നീ വണ്ടി എടുത്തോ, ഞങ്ങളെ അമ്പലത്തിൽ ഇറക്കിയാ മതി. അതും പറഞ്ഞ് താക്കോൽ ഇച്ചന്റെ കയ്യിലേക്ക് കൊടുത്തു. അത് കണ്ടതും ദച്ചു ചാടി മുന്നിൽ കയറി. ഇന്ന് ഞാൻ മുന്നിലിരിക്കും, കിച്ചേട്ടൻ പറകി കയറ്. കിച്ചു അവളെ ഒന്ന് ആക്കി തലയാട്ടി. പുറകിൽ ആദ്യം കയറിയത് ഞാനാണ്, പിന്നാലെ കിച്ചുവേട്ടനും. സ്വർഗം കിട്ടിയ പോലെ ആയിരുന്നു. ചേർന്നിരുന്ന് സംസാരിക്കാം. നിക്ക് കിച്ചുവേട്ടാ, ഞാനും വരുന്നുണ്ട്. പുറകിൽ നിന്നും വിളി കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. ദാവണി ചുറ്റി ആതിര വരികയാണ്. കണ്ണും ഇഴിഞ്ഞു. നോക്കണ്ട, എന്റെ തന്നെയാ. എവിടെ പോയാലും മോഡേൺ ഡ്രസ്സിൽ നിന്നും മാറാത്തവളാണ് ഇപ്പോ ദച്ചുവിന്റെ ദാവണിയും ചുറ്റി വരുന്നത്. ആരോട് ചോദിച്ചിട്ടാടി എന്റെ ഡ്രസ്സ് എടുത്തത്? ദച്ചു കണ്ണുരുട്ടി. സോറിടാ, ഒരു ദിവസത്തേക്ക് ക്ഷമിക്ക്. അതും പറഞ്ഞ് അവൾ കിച്ചുവേട്ടനെ കണ്ണു കാണിക്കുന്നു സപ്പോർട്ട് ചെയ്യാൻ. പോട്ടെ ദച്ചൂട്ടി, ഇന്നൊരു ദിവസമല്ലേ. ആദി, മേലാൽ ചോദിക്കാതെ അവളുടെ ഡ്രസ്സ് എടുക്കരുത്. അവൾ തലയാട്ടുന്നു. കയറ്. കിച്ചുവേട്ടൻ എന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അയ്യോ, എന്റെ ഹൃദയതാളം മാറാൻ തുടങ്ങി. കിച്ചുവേട്ടാ, ഈ അറ്റത്തിരിക്കാൻ എനിക്ക് പേടിയാ, ഞാൻ നടുക്കിരുന്നോട്ടെ. ആതിരയാണ്. കിച്ചു ഒന്നും മിണ്ടാതെ വണ്ടിയിൽ നിന്നും ഇറങ്ങി. ശേഷം ആതിര കയറി. അവളുടെ പുച്ഛത്തോടെയുള്ള നോട്ടം സഹിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല, എന്റെ അടുത്ത് നിന്നും പോയില്ലേ. എനിക്ക് വല്ലാത്ത സങ്കടം വന്നു. ആതിര കിച്ചുവേട്ടന്റെ അടുത്തേക്ക് ഒട്ടിയിരുന്നു. അപ്പുറത്തു നിന്നും ഒന്നും പറയുന്നില്ല. താൻ ആഗ്രഹിച്ചത് മൊത്തം തെറ്റായിരുന്നു എന്നൊരു തോന്നൽ. ആതിര കിച്ചുവേട്ടന്റെ മുറപ്പെണ്ണാണ്. അവർ തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ താൻ പിന്നെ കിച്ചുവേട്ടനെ ആഗ്രഹിക്കുന്നത് തെറ്റാണ്. ഒന്നും വേണ്ടായിരുന്നു. കണ്ണുകൾ നിറഞ്ഞു വന്നത് ആരും കാണാതെ തുടച്ചു. നീ എങ്ങോട്ടാ ആദി തള്ളി വരുന്നത്? അങ്ങോട്ട് നീങ്ങിയിരുന്നേ. ഇങ്ങോട്ട് ഒട്ടാണ്ട്. ഒരലർച്ച കേട്ട് ഞെട്ടിപ്പോയി. ആതിര വേഗം തന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. മുകളിൽ പറഞ്ഞതൊക്കെ മായ്ച്ചു കളഞ്ഞേക്ക്, നമുക്ക് സ്കോപ്പുണ്ട്. അമ്പലത്തിലെത്തി. കിച്ചുവേട്ടനെ ഇറങ്ങി. പിന്നാലെ ആതിരയും, മുന്നിൽ നിന്നും ദച്ചുവും. പക്ഷേ അപ്പോ തന്നെ നമ്മുടെ ആൾ മുന്നിലെ സീറ്റിലേക്ക് കയറി. നിങ്ങള് അമ്പലത്തിൽ കയറിയിട്ട് വീട്ടിലേക്ക് പോക്കോ, ഞാൻ വന്നോളാം. കിച്ചുവേട്ടൻ എങ്ങോട്ടാ? ഞാനിന്ന് പള്ളിയിൽ പോകുന്നു. എന്നാ ഞങ്ങളും വരട്ടെ. എങ്ങോട്ട്? ഞാനെങ്ങുമില്ല. ദച്ചു ഇഴഞ്ഞു. മര്യാദയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ പോ. വണ്ടി എടുക്കടാ. അത് കേട്ടതും വിന്നിച്ചൻ ദച്ചുവിന്റെ മുഖത്തു നിന്നും കണ്ണുകൾ തിരിച്ചെടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അളിയാ, നീ എന്തിനാ ഇപ്പൊ പള്ളിയിലേക്ക്? അതെന്നാ, നീ ഇടയ്ക്ക് അമ്പലത്തിൽ പോകുന്നത് ഞാൻ അറിയുന്നുണ്ടല്ലോ. അതുപോലെയാണോ നീ? മാത്രമല്ല, നീ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതല്ലേ? അതെ. അതിന് നിനക്കെന്താ? പള്ളി നിനക്ക് പതിച്ചു തന്നിട്ടുണ്ടോ? പിന്നെ വിന്നിച്ചൻ ഒന്നും മിണ്ടിയില്ല. പള്ളിയിലെത്തിയപ്പോൾ കുർബാന തുടങ്ങിയിരുന്നു. ഇന്നും വൈകി. ക്രിസ്തോ പ്രാർത്ഥനയ്ക്ക് പറ്റിയില്ല. പള്ളിക്കകത്ത് കയറി ഒരു ഓരത്ത് സ്ഥാനം പിടിച്ചു. സങ്കീർത്തനങ്ങൾ പാടുമ്പോൾ ഇടയ്ക്ക് കണ്ണുകൾ പാളി അപ്പുറം നിൽക്കുന്ന കിച്ചുവേട്ടനിലേക്ക് എത്തിയിരുന്നു. പ്രസംഗവും മധ്യസ്ഥ പ്രാർത്ഥനയും ഒസ്തിയപ്പ വിതരണവും എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ സമയം 10 കഴിഞ്ഞിരുന്നു. തുടരും. അടുത്ത പാട്ടുമായിട്ട് അടുത്ത ദിവസം കാണാട്ടോ.